ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട്. അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചു. അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി അല്ല, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ശൈഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CM വലിയുല്ലാഹിയാണ് എന്നാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു, ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ് അല്ല, ഇന്ന് ഭരിക്കുന്നത് ശൈഖുനയാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു, ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ് അല്ല, ഇന്ന് ഭരിക്കുന്നത് ശൈഖുനയാണ്. ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ശൈഖുന നേടിയെടുത്തത്. അതിൽ നിന്ന് കുറച്ച് നമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ തരാൻ മുതലുള്ളതാണ് ഇവിടെ ഉള്ള മഹാൻ. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ശൈഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CM വലിയുല്ലാഹിയാണ് എന്നാണ്. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും CM വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചെവടക്കടിക്കൂന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും CM വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചെവടക്കടിക്കൂന്നാണ് എൻ്റെ അഭിപ്രായം. CM വലിയുല്ലാഹി അത് പൊരുത്തപ്പെടില്ല. ഒരു മഹാനെ ഇകഴ്ത്തുന്നത് പൊരുത്തപ്പെടില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടതുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ?